ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മേവർ. അപ്പോൾ ഗൈസ്, നമ്മൾ ബേസിൻ്റെ ബാക്കി പരിപാടി തീർക്കാൻ പോകണം. എന്ന് വെച്ചാൽ ഗൈസ് അറിയാം, 2 ദിവസം വീഡിയോ ഇട്ടില്ല ഗൈസ്. എൻ്റെ ഫോണിന് കുറച്ച് ചെറിയ പണി കിട്ടി. എൻ്റെ ചാർജ് കയറുന്നില്ലായിരുന്നു. അപ്പം ഞാനത് ഇപ്പം ഫുൾ സെറ്റാക്കി ചെയ്തു. പിന്നെ ഫുള്ള് തീർക്കാറുണ്ട്. ഇപ്പോൾ ഈ 2 സൈഡ് ഞാൻ സെയിം പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മളിവിടെ നിർത്തിയത്. ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. മതി അത്ര ഉള്ളു. അപ്പോൾ ഗൈസ് എന്ത് ചെയ്യാനാ, അതൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക്. ഈ ബേസിൻ്റെ പരിപാടി ഫുള്ള് ഞാൻ തീർക്കുന്നതാണ് ഗൈസ്. ഇത് വലിയൊരു ബേസായിരിക്കും, വലിയത്. ബേസ് ഇവിടെ കുറച്ച് ഫുഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് വെച്ചേക്കാം. പീലോഗ് ഇരിക്കട്ട്, നമുക്ക് കിട്ടുമ്പം ഡാർക്കൊക്കെ വെക്കാം. ലാസ്റ്റിലെ പീസ് ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പരിപാടികൾ. ഇത് നല്ല ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് സ്ട്രിപ്പ് ചെയ്ത് ഓക്കെ. അപ്പോൾ ഗൈസ് എന്നുവെച്ചാൽ ഇതൊരു ഇത്ര ഒരു 2-3-4 മണിക്കൂറത്തെ പരിപാടി കാണും. ഇവിടെ ഇത്രയും ക്ലിയർ ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ ഇത്രയും ഫുള്ള് ഫ്ലാറ്റ് ചെയ്യണം. ആ കുഴി മുഴുവൻ നമുക്ക് കവർ ചെയ്യണം. സംബന്ധം ഞാൻ ഇവിടെ നിന്ന് താഴോട്ട് ഫുള്ള് ഞാൻ സ്റ്റെയർ വെക്കും. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് വുഡ് വെച്ച് പോകണം. എൻ്റെ ഐഡിയ വെച്ച് ഇതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത് ഫുള്ള് ഈ ഒരു പാറ്റേണിൽ താഴോട്ട് വെച്ച് പോകണം. അപ്പോൾ ഗൈസ്, എൻ്റെ വോയിസിനും ചെറിയ വിഷയം കാണും, ചെറിയ പനിയുണ്ട്. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് ഫുള്ള് ഒന്ന് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് ഫുള്ള് വെച്ച് തീർത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോരോ ഇതിൽ ഇവിടെ ഇരിക്കും നമ്മുടെ സ്റ്റെയർ വരാൻ പോകുന്നത്. അവിടെ ഫുള്ള് ഞാൻ മഡ് വെച്ച് കവർ ചെയ്ത്. ഇതുണ്ടോ, ഇന്ന് കുറച്ചുകൂടി താഴോട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഇത് ഫുള്ള് നമുക്ക് ഇങ്ങ് താഴെ ഗ്രൗണ്ട് വരെ നമുക്ക് സെറ്റ് ചെയ്യണം. കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഏകദേശം പണി നമുക്ക് തീർന്നു. ഇനി കുറച്ച് മേളിലോട്ടുണ്ട്. ഇപ്പോൾ ഗൈസ്, ഞാൻ മേലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സ്ലാബ് വെച്ച് പോകണം. എന്നുവെച്ചാൽ ഇതായിരിക്കും നമ്മുടെ എന്താ ഒരു മൂന്നാമത്തെ റൂഫെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, ഞാൻ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഈ മാറുമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഗൈസ്, ഇതിങ്ങനെ ഫുള്ള് നമുക്കിങ്ങനെ വെച്ച് പോകണം, മനസ്സിലേ. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് ഫുള്ളൊന്ന് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഏകദേശം വെച്ച് ചേർത്ത് ഇവിടുന്ന് ഞാൻ ഒരു ഡെമോ നോക്കുക കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട് കുറച്ച് കോബിൾ സ്റ്റോൺ വെച്ച് സ്റ്റെയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ബാക്കി പണികൾ മുഴുവനും ഞാൻ നമ്മുടെ ഒരു ഡീപ്പ് സ്ലൈറ്റ് ബ്രിക്ക് വെച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്റ്റെയർ ആയാലും നമ്മുടെ വാളായാലും അതെല്ലാം ഡീപ്പ് സ്ലൈറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മൈന് അങ്ങ് താഴെ ഡീപ്പ് സ്ലൈറ്റ് ലെവലിലോട്ട് പോകണം. കുഴപ്പമില്ല, ബെഡ് റോക്ക് ലെവലിൽ പോകാം. അതാകുമ്പോൾ മൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡയമണ്ട് കിട്ടിയാൽ നമുക്കത് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് ഞാൻ കുറച്ച് താഴോട്ടൊന്ന് കുഴിച്ച് പോകണം. അപ്പോൾ ഞാൻ കുറച്ച് കുഴിച്ച് പോയിട്ട് എവിടെയും ചെല്ലുവാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ഡീപ്പ് സ്ലൈറ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. 6 കണ്ടായി. അപ്പോൾ ഇതൊരു ഡീപ്പ് സ്ലൈറ്റ് ലെവൽ. ഇത് കുറച്ച് ഞാൻ വന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് താഴോട്ടൊന്ന് കുഴിച്ച് പോട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ കുഴിച്ച് വന്നിറങ്ങി ഒരു കേവിനകത്ത് ചാടിയിട്ടുണ്ട്. സോംബി നിൽപ്പുണ്ട്. ഗൈസ്, എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റെയർ വെച്ച് കാണിക്കാം. ഇതേപോലെ പോവാം. ഏത് സ്റ്റോൺ ഉണ്ടോ? ഓക്കെ, ഇവിടെ ഫുള്ള് കവർ ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു മൈന തുടങ്ങുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങുക. അയ്യോ, എനിക്കിത് കണ്ടിട്ട് എൻ്റെ ഹാർഡ് കോർ വേൾഡ് ഓർമ്മ വരുന്നുണ്ട്. അയ്യോ ഗൈസ്, ഞാൻ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഫുള്ളും കവർ ചെയ്തേക്കാം. ഈ കേവിലോട്ട് എന്തായാലും ഞാൻ ഇപ്പോഴേ ഇറങ്ങുന്നില്ല. അതവിടെ അതിലിരിക്കട്ടെ. എന്തിനാ വെറുതെ. എൻ്റെ കയ്യിൽ കുറച്ച് അയൺ ടൂൾസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെറുതെ കൊണ്ട് കളയണ്ട. ഓക്കെ, സെറ്റ്. ഗൈസ്, ഇവിടെ നിന്ന് ഞാൻ കുറച്ചുകൂടെ താഴോട്ട് കുഴിച്ചോട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു കേവിൽ വന്ന് ഇറങ്ങി കുഴിച്ച് വന്ന് പിന്നെ വേറൊരു കേവ്. നിങ്ങൾക്ക് കണ്ടറിയാം, -45 ഞാൻ. അപ്പോൾ ഒരു 10 ബ്ലോക്ക് 15 ബ്ലോക്ക് കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബെഡ് ബ്ലോക്ക് ലെവലെത്തും. ഈ കേവിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് കുറച്ച് ഗോൾഡ് ഉണ്ട്, അതെടുത്തേക്കാം. ഇവിടെ ലാഭയാണ്, ഇതുമായിട്ട് കാര്യമില്ല. ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി നോക്കിയായിരുന്നു. അവിടെ കുറച്ച് സാധനം ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ മേളെന്തോ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് ഞാൻ കയറിയില്ലായിരുന്നു. സോംബി ഓടിക്കോ, ഇവിടെ വാടാ, എന്നെ തീർക്കൂല. ഞാൻ പിക്കാക്സിന് ഇറങ്ങി ഞാൻ. ഇവിടെ വാ, ഇവിടെ അത്രേ ഉള്ളൂ. അവന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ജയിച്ച് മേളോട്ടൊന്ന് കയറി നോക്കണം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഗൈസ്, ഡയമണ്ട് കിട്ടി. ഏതാ ഗൈസ്, നമ്മുടെ ലക്കുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വേൾഡിൽ ആദ്യത്തെ ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
എവ്രിബഡി അകത്തോട്ട് വേറെ ഡയമണ്ട് ഉണ്ടോ? ഇവിടെ വാ. ചക് ചത്തില്ല. ചകട ശവൽ. അത്രേ ഉള്ളൂ, ചത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ആ ഡയമണ്ട് പോയി എന്തായാലും എടുക്കണം. അകത്തോട്ട് വെച്ച് വാങ്ങി നോക്കാം. അവിടെ ഫുള്ള് സോംബി. എന്തോ വേറെ എന്തൊരു ഓവർ കിടക്കുന്ന കേട്ടോ. എന്ത് സാധനം പോട്ടെ. ഇതാ ഒരു അയൺ ബ്ലോക്ക് അല്ലേ? ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, കറക്റ്റ് അറിഞ്ഞൂടാ. എന്താ അയണാണത് എന്തായാലും. ഇവിടെ ഫുള്ള് ലൈറ്റ് ചെയ്തേക്കില്ല, അമ്മ പിന്നെ സ്പോണാകും. ഇതുണ്ടോ? ഇതെന്ത് ബ്ലോക്ക് ഇത്? അയണ തന്നെ. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാനിത്. ഞാൻ ഇത് സ്മെൽറ്റ് ചെയ്ത അയണ കിട്ടുമായിരിക്കുമല്ലേ? എൻ്റെ പേരെന്തായിരുന്നു, മറന്നു ഞാൻ. ഇങ്ങോട്ട് അവിടെ ബ്ലോക്ക് ഓഫ് റോയാണ്. കൊള്ളാം, നല്ലൊരു കാര്യം, നല്ലൊരു ഫൈൻഡാണ്. ഇവിടെ കുറേ അടുപ്പുണ്ട്, 3 ഉണ്ട്. അങ്ങനെ എന്തായാലും നമുക്ക് ഇഷ്ടം പോലെ ആവശ്യം വരും. ഇനി മൈനിങ്ങിനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പിക്കാക്സിന് എന്തൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ല ആവശ്യം വരും. എന്തെങ്കിലും അടച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ് നമുക്കവിടെ ഡയമണ്ട് കണ്ടുപിടിച്ചു. ഏതാ ഗൈസ്? കയറി ഞാൻ കയറാതെ പോയായിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരുന്നേനെ. ഈ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്ട്രിപ്പ് മൈൻ ചെയ്താൽ മതി, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്നും കുഴപ്പമില്ല, കിട്ടിയല്ലേ. ഇത് എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ള. അയ്യേ, അതെന്ത് പരിപാടി? അല്ല ഇനിയുണ്ട് 3 4 അപ്പോൾ ഗൈസ് നല്ലൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഈ വേൾഡിൽ ആദ്യത്തെ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഏതാ അതങ്ങ് മൈൻ ചെയ്തെടുത്തേക്കാം. 1 2 3. ഇത് സ്ട്രൈറ്റാണ്. ഓക്കെ, വേണ്ട സാധനമൊക്കെ എനിക്ക് ഒരു മിനിറ്റ്. ഈ ഡീസ്ലൈറ്റിന് വേണ്ടി ഞാൻ വന്നിട്ട് എനിക്ക് ഡയമണ്ട് കിട്ടിയിരിക്കുകയാണ്. അയ്യോ, ഏതാ ഫുള്ളൊന്ന് മൈൻ ചെയ്യാം. എന്തായാലും നമുക്ക് ഡീസ്ലൈറ്റ് വേണം. ഇത് ഫുള്ളങ്ങ് മൈൻ ചെയ്തെടുത്തേക്കാം. ഇതോടെ മൈൻ ചെയ്ത് നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് പോയി നോക്കണം. അതിക്കോട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ഈ കേവ് ഫുള്ളൊന്ന് മൈൻ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഓറ കിട്ടുവാണെങ്കിൽ അതും എടുത്തിട്ട് ഞാൻ ബേസിലിടാൻ പോകട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ച് ബേസ് വന്നിട്ടുണ്ട്. നമുക്ക് 27 കിട്ടിയതേ. 27 വുഡൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഈ 3 ബ്ലോക്ക് ഓഫ് റോയാണ് അത് കിട്ടിയിട്ടുണ്ട്. അത് സ്മെൽറ്റ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം. 3 ഡയമണ്ട് അയണെല്ലാം നമുക്ക് ഇതിനകത്ത് എടുത്ത് വെച്ചേക്കാം. മാക്സ് ഇരിക്കട്ടെ, ബാക്കി എല്ലാം ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് വേറെ എന്തെങ്കിലും എടുക്കാണ്ടോ? ഒന്നുമില്ല. ഈ അയണ് ഫുൾ സ്മെൽറ്റ് ചെയ്യണമല്ലോ. ഗൈസ് എനിക്ക് ഇത്ര ഡീപ് സ്ലൈഡ് കിട്ടിയില്ലേ? നമുക്ക് ഇനി ഇത് എന്ത് വരുന്നുണ്ടേ? വാളാ, ഇതെങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. മറ്റേ ബ്രിക്ക് എനിക്കറിയാം, നൈസ് സാധനമാണ്. ഇത് കൊള്ളാവോ? നോക്കട്ടെ. ഇതിലും നല്ലത് ആ ബ്രിക്ക് വെക്കുന്നതാണ്. ഈ കോബിൾ സ്റ്റോൺ പോയിട്ട് ഡീപ് സ്ലൈറ്റ് ബ്രിക്കുണ്ട്. നമുക്ക് ആ സ്റ്റോൺ കട്ടർ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്കിത് ബ്രിക്കാക്കാൻ പറ്റും. അത് കിട്ടുള്ള സാധനമാണ്, നൈസ് കാണാൻ. സ്റ്റെയർ അങ്ങനെ ഉണ്ട്. സ്റ്റെയർ ഇത് തന്നെ മതിയാവും. ഇല്ലേ പോളിഷ്ഡ് ഡീപ് സ്ലൈറ്റ് സ്റ്റെയർ ഉണ്ടാക്കേണ്ട വരും. അതും നൈസ് സാധനമാണ്. നോക്കട്ടെ, വേറൊന്നും കൊള്ളൂലെന്ന് തോന്നുന്നു. അയണായ സ്മെൽറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇല്ലില്ല. അപ്പം അയൺ അവിടെ നിന്ന് സ്മെൽറ്റായിട്ട് ഡേയ്സ് ഞാൻ ഒന്ന് ഉറങ്ങി എണീക്കട്ടെ. അത്രേ ഉള്ളൂ. പക്ഷേ സ്റ്റോൺ കട്ടറിന് എന്തൊക്കെയായിരുന്നു വേണ്ടേ? എവിടെ പോയാ ബ്ലോക്ക്? ഇവിടെ ആ സ്റ്റെയർ അവിടെ. ഓക്കെ, മതി. ഇപ്പോൾ ഗൈസ് ആ ഫുള്ള് സ്റ്റെയറിൻ്റെ പണി നമുക്ക് അങ്ങ് തീർക്കാം. അത് നല്ല ടൈം എടുക്കും. പ്ലീസ് ഞാൻ ഇത് ഫുള്ളൊന്ന് തീർക്കട്ടെ. ഈ കോൾ സ്റ്റോണിന് പകരം നമുക്ക് ഈ ഫുള്ള് ഈ ഡീപ് ഫ്രൈഡ് സ്റ്റെയർ ഫുള്ള് താഴ്ത്ത് വെക്കണം. ഞാൻ അത് ഫുള്ളൊന്ന് തീർത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ തീർക്കാൻ നേരം എനിക്ക് ആവശ്യമുള്ള കോബിൾ സ്റ്റോണെല്ലാം തീർന്നു. അപ്പോൾ ഞാൻ മൈനിങ്ങിന് വന്ന് ഞാൻ ഈ ബെഡ്റൊക്കെ ഒരു കുഴിച്ച് ഗൈസ് -58 57. അപ്പോൾ ഗൈസ് 57 -57ലാണ് ഞാൻ നോർമലി മറ്റേ ഡയമണ്ട് മൈനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് കുഴിച്ച് പോവാം. ആ ഒരു -59 ലെവലിൽ മൈൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് ഇത് നൈസാണ്. ഇതിലൊക്കെ എവിടെ കുഴിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ചങ്ങോട്ട് മൈൻ ചെയ്തിട്ടേ
എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ മൈനിന് പോയിട്ട് തിരിച്ചു വന്നു. ഈ സ്ലാബും ആ ഒരു സ്റ്റെയർ ഫുള്ള് ഞാൻ വെച്ച് തീർത്ത്. ഇത് കണ്ട ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ എൻട്രൻസ്. ഇത് ഇങ്ങനെ വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എനിക്ക് മണ്ടയ്ക്ക് ഞാൻ കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുമ്പം ഓക്കെ ഒരു മിനിറ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു കണ്ട, ഇത് ഈ ഒരു ആർച്ച് പോലെ ഫുള്ള് പോകും. ഈ സൈഡും അതേപോലെ തന്നെ വരും, മനസ്സിലായേ? അപ്പോൾ ഗൈസ് ഇത് ഫുള്ളും ചെയ്ത് തീർക്കണം. അപ്പോൾ ഗൈസ് ഞാൻ അത് ഫുള്ളൊന്ന് ചെയ്ത് തന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ആ ഫ്രണ്ട് സൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. നടുക്ക് ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു. ഇതായിരിക്കും നമ്മുടെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഗൈസ് ഈ ഒരു സൈഡിൽ ഞാൻ ഒരു ഡീപ്പ് സ്ലൈറ്റ് ബ്രിക്ക് വെച്ചിട്ടുണ്ട്. അത് നൈസാണ് കാണാൻ, കണ്ട. അപ്പോൾ ഗൈസ് ഈ നമ്മുടെ ഈ ഫുള്ള് ബേസിൽ ഫുള്ള് എല്ലാവർക്കും ഞാൻ അപ്പോൾ ഈ ഡീപ്പ് സ്ലൈറ്റ് ബ്രിക്ക് വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോണേ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അത് ഈ സൈഡിലോട്ട് എല്ലാം കൊണ്ടുവരണം. ഇതിൻ്റെ ബാക്കി ഞാൻ ഫുള്ള് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് അത് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഫുള്ള് സ്റ്റെയർ ഞാൻ തലയിൽ വെച്ചിട്ടുണ്ട്. എന്തു പറയുക, ഒരു തൂണ് പോലെ കാണാനായിട്ട് അങ്ങനെ സ്റ്റെയർ ഞാൻ തലയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും കുറച്ച് വർക്ക് ചെയ്തു. അപ്പോൾ 4 സൈഡിൽ നമുക്ക് ആ സ്റ്റെയർ വെക്കണം. നമ്മുടെ പയ്യൻ ഗൈസ് ഇവന് പേര് പറയാൻ പറഞ്ഞിട്ട് ആരും ഇട്ടിട്ടില്ല ഇതുവരെ. അപ്പം നമുക്കൊരു പേര് കണ്ടുപിടിക്കണം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പേര് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ആ പേര് പറയാനിടാം. നെയിം ടാഗൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഫുള്ളൊന്ന് മൈൻ ചെയ്ത് തീർക്കട്ടെ. കുറച്ച് മൈനിന് പോകണം. എന്നുവെച്ചാൽ ഡീച്ചലായിട്ട് എല്ലാം തീർന്നു. ഗൈസ് ഞാൻ കുറച്ചുകൂടെ മൈനിന് പോയിട്ടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചേരട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് മൈനിന് വന്നപ്പം ഇവിടെ 4 ഡയമണ്ട് കിട്ടി. ഇത് 4 ഉള്ളൂ എന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. 4 ഉള്ളൂ. സോ സാഡ്. 4 5ഉണ്ട്. അപ്പോൾ ഗൈസ് ഡയമണ്ട് കിട്ടുന്ന നല്ലൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗൈസ് ബെഡ് റോക്ക് 5 ഡയമണ്ട് ഉണ്ട്. 5 ഉള്ള ഇനിയുണ്ടോ ഗൈസ്? പിന്നെ ഡയമണ്ട് കിട്ടിയപ്പോൾ ഒന്ന് അറിയിക്കാൻ വേണമാണ് ഏത്. അപ്പോൾ ഗൈസ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യാത്താരില്ലോണ്ട് സബ് ചെയ്യുക. ആൻഡ് മാക്സിമം ഒരു കമൻറ്റൊക്കെ ചെയ്തിട്ട് പോകാൻ നോക്കുക. ആൻഡ് ഗൈസ് നമ്മുടെ ഈ ഒരു വേൾഡിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതെല്ലാം ബിൽഡ് ഇതിനകത്ത് കൊണ്ടുവരാം. എനിക്ക് അയൺ ഫാമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പ്ലാനുണ്ട്. ഞാൻ ഇതിന് കുറച്ച് വില്ലേജസിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 വില്ലേജ് മാത്രമല്ല, ഞാൻ കുറച്ച് സോംബി വില്ലേജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതിന് ഞാൻ ബ്രൂയിങ് സ്റ്റാൻഡ് കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യാം. ഇത്ര ഡയമണ്ട് ആയി കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ച് ബേസിലോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ച് ബേസിൽ വന്ന് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ 16 ഡയമണ്ട് ഉണ്ട്. 16 ഡയമണ്ട് ഏതാ ഇത്ര ഒരു അധികം ഡീപ്പ് സ്ലൈറ്റ് ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട്. കുറേ റെസ്റ്റോണ് കാര്യങ്ങൾ കിട്ടി. അതോടിക്ക് റെസ്റ്റോണ് ഓക്കെ. 16 ഡയമണ്ട് ഏതാ ബേസ് പോലും കംപ്ലീറ്റ് ആയില്ല. അതിന് മുമ്പ് ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്യും ഞാൻ. അപ്പോൾ കഴിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫുള്ള് ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്യാം. അപ്പോൾ കഴിച്ച് ഞാൻ ആ ബേസിൻ്റെ റൂഫിൻ്റെ പണി ഫുള്ളൊന്ന് തീർത്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ റൂഫ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഫുള്ളല്ല, ഒരു പകുതി ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി അങ്ങോട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ലെവലായി നമ്മുടെ റൂഫ് വരാൻ പോണേ. കിട്ടില്ലല്ലേ നല്ല പൊക്കമുണ്ട്. വലിയൊരു ബേസാണിത്. അപ്പോൾ ഗൈസ് ഞാൻ മണ്ടയ്ക്ക് ഫുള്ള് ഈ ഒരു സ്ലാബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ബേസ്. അപ്പോൾ ഗൈസ് വലിയൊരു ബേസാണ്. ഇത് നല്ല പണിയുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ടോട്ടൽ ഒരു 5 മണിക്കൂറായി ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് കേടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാർജിങ് ഇഷ്യൂ ആയിരുന്നു. ഞങ്ങൾ ശരിയാക്കി ഇത് കൊണ്ട് പിന്നെ ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റി. ഇല്ലെങ്കിൽ 2-3 ദിവസം കൂടെ വൈകിയേനെ. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഫുള്ളൊന്ന് ചേർക്കട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ വലിയൊരു വർക്ക് ഞാൻ ഇപ്പോൾ തീർത്തിട്ടുണ്ട് നമ്മുടെ ബേസിൽ. അപ്പോൾ ഗൈസ് ഞാൻ രാവിലെ ആട്ടെ, നൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആണത്. അപ്പോൾ ഗൈസ് ഇത് കണ്ടാ ഒരുത്തനെ എന്നെ ഒരു 5 വട്ടം ഇവൻ ഇപ്പോൾ കൊന്നുകാണ് എന്നെ. അയ്യോ പിടിച്ചിട്ടാ ഞാൻ ഇവനെ കാളൻ. ഈ കല്ലേരിയന്മാരെ കാണില്ല എനിക്ക്. ഗൈസ് ഇവൻ ഡീസ്പോൺ ആകാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം കുഴപ്പമില്ല, ഡീസ്പോൺ ആകത്തില്ലായിരിക്കും. അപ്പോൾ ഗൈസ് ഞാൻ ഫുള്ള് പണി തീർത്തിട്ടുണ്ട് നമ്മുടെ ബേസിൻ്റെ. അപ്പോൾ ഗൈസ് ഇനി താഴോട്ട് സ്റ്റെയർ പണിയണം. താഴെയാണ് നമ്മൾ സാധനം കയറിയത്. അപ്പോൾ ഗൈസ് അത് ഞാൻ ഫുള്ള് തീർത്തിട്ടുണ്ട്. ഇതെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഏകദേശം ഫുള്ള് സെറ്റായി. രണ്ടും പോയി. എൻ്റെ സ്ലാബുണ്ടോ? സ്ലാബുണ്ട്. ഓക്കെ, അപ്പോൾ അതോട് കൂടെ വെച്ചേക്കാം. നമ്മുടെ ബേസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ ഫുള്ള് ഞാൻ ഇനി ആ ഡീപ്പ് സ്ലൈറ്റ് കൊണ്ടുവെക്കണം.
അത് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് ചെയ്യാം. എൻ്റെ കുറച്ച് തിരിപ്പുണ്ട് സ്ലാബ് തറയിൽ വെക്കാൻ, അത് തന്നെ വെക്കാം നമുക്ക്. ഈ ചെസ്റ്റ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല സാധനം എല്ലാം പറക്കിനകത്ത് വെച്ചാൽ കൊണ്ട് സാധനങ്ങൾ. സ്ലാബ് ഞാൻ ആ ഒരു സ്ലാബ് വെക്കണമെന്നാണ് നിങ്ങൾ ചോദിച്ചത്. ഈ ഒരു സ്ലാബ് മറ്റേ ഞാൻ കാണിച്ചില്ല ഇപ്പം മേളിൽ, ആ സ്ലാബ് വെക്കണോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ സജസ്റ്റ് ചെയ്യുക. അപ്പം നമുക്കത് ട്രൈ ചെയ്യാം. നോർമലി അതാണ് വെച്ചിട്ടുള്ള ഇത്ര നാൾ നൈസ് സാധനമാണ്. വെള്ളം കയറ്റിയിട്ട് ഡോറ് സാധനം എല്ലാം പറക്കി വെക്കും, എല്ലാം പോട്ടും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ.